بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും. നാദാപുരം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച അഹ്ലൻ റമദാൻ പ്രഭാഷണത്തിന്റെ രണ്ടാം ദിവസത്തെ പ്രഭാഷണ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നാദാപുരം ജനകീയ കൂട്ടായ്മയുടെ പ്രഥമ പരിപാടി ഇന്നത്തെ പ്രഭാഷണത്തോടുകൂടി ഇവിടെ സമാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രഭാഷണ പരിപാടികളുമായി ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യവുമായി നാദാപുരം ജനകീയ കൂട്ടായ്മ അതിന്റെ ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യുമെന്ന് ആമുഖമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നാദാപുരം ജനകീയ കൂട്ടായ്മ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ സമയപരിധി വളരെ പരിമിതമാണ്. ഷാർജ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ സാരഥി പ്രസിഡന്റ് ഹുസൈൻ സലഫി അവർകൾ ഇന്ന് നമ്മോട് സംസാരിക്കുന്ന വിഷയം റംസാൻ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന വിഷയമാണ്. നാദാപുരം ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഹുസൈൻ സൽഫി അവർകളെ ഞാൻ ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ യോഗം നിയന്ത്രിക്കുന്നത് അബുദാബി നാദാപുരം മണ്ഡലം KMCCയുടെ സെക്രട്ടറിയും നാദാപുരം ജനകീയ കൂട്ടായ്മയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ KKC അബ്ദുൽ ഹമീദ് സാഹിബ് അവർകളാണ്.
ഞാൻ അദ്ദേഹത്തെയും നാദാപുരം ജനകീയ കൂട്ടായ്മയ്ക്കു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ സാന്നിധ്യം അറിയിച്ച ജാമിയ അൽ ഫുർഖാൻ UAE കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അസീസ് സാഹിബിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ ഇതുമായി ഞങ്ങളോട് സഹകരിച്ച നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ ട്രഷറർ ജനാബ് ബംഗ്ലത്ത് മുഹമ്മദ് സാഹിബ് തുടങ്ങിയ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് KKC അബ്ദുൽ ഹമീദ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമയത്തിൻ്റെ പരിധിയും പരിമിതിയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന നമ്മുടെ പ്രശസ്തനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫിയെ ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. رمضان موسم طاعة وعبادة وترفع عن ذلة الإجرام. رمضان جود دائم وتواصل وعلاقة التكريم والإكرام. رمضان مغفرة لعام كامل كالسيف يمحو أكبر الآثام. من يحرم الغفران فالمثوى لله والله ذو فضل وذو إنعام. فيه يصفد كل عات مارد والنفس تلجم أي ماء الجام. فالنار تغلق بابها من نجله
والباب مفتوح بدار مقامي شهر يتيه على الشهور بليلة فيها نزول الوحي بالأحكام تلك التي أعدلت بألف شهورنا وبها السلام يفوق كل كلام الروح ينزل والملائك حوله مستبشرين بليلة وسلام طوبى لقائمها وحائز فضلها والله ذو الفضل العميم السامي. വേദിയിലും ഈ വിശിഷ്ടമായ മജ്‌ലിസിലും ഒരുമിച്ച് ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാദാപുരം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രഭാഷണ പരിപാടിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് ആഫിയത്തും ആയുസ്സുമൊക്കെ നൽകുകയാണെങ്കിൽ പരിശുദ്ധമായ ഒരു മാസത്തിലേക്ക് കാലെടുത്തു വെക്കുവാനുള്ള വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു മനസ്സുമായി നാം കഴിയുകയാണ്. മഗ്‌രിബ് നമസ്കാരത്തിന്റെ മുമ്പായി തന്നെ നമുക്കിവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്നതുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മുഖവുരകളില്ലാതെ എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരികയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗീയ ആരാമത്തിൽ സന്തോഷത്തോടുകൂടി ഒത്തുചേരാൻ ഭാഗ്യം നൽകപ്പെടുന്ന മഹാന്മാരുടെ ഗണത്തിൽ സാധുക്കളായ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ മനസ്സിൽ വളരെയേറെ സന്തോഷത്തോടുകൂടെ കാത്തു നിൽക്കുന്ന മാസമാണ് പവിത്രമായ റമദാനു ശരീഫ്. റമദാൻ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് അല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ടും വിശ്വാസികളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ആവേശം അലതല്ലുന്ന സന്ദർഭമാണിത്. ജീവിതത്തിന്റെ ഇന്നലകളെ സംബന്ധിച്ച് കൃത്യമായി ഒന്ന് ഓർക്കുവാനും എല്ലാം നാഥന്റെ മുമ്പിൽ വിനയാന്വിതമായ മനസ്സോടുകൂടി ഏറ്റുപറയുവാനും പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരണം നേടിക്കൊണ്ട് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗീയ ലോകത്തിലേക്ക് കുതിക്കുവാനുള്ള ആവേശകരമായ കാര്യങ്ങൾക്കുള്ള അവസരമാണല്ലോ വന്നു കിട്ടുന്നത് എന്ന സന്തോഷം. അതിന് ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ നാഥ എന്ന മനസ്സിന്റെ പ്രതീക്ഷാനിർഭരമായ തേട്ടം. ഒരുപാട് റമദാനുകൾ കഴിഞ്ഞുപോയി. വരാനിരിക്കുന്ന റമദാൻ കഴിഞ്ഞുപോയ റമദാനുകളെക്കാളെല്ലാം ഉപകാരപ്രദമായി തീരണേ എന്ന മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ എല്ലാം ഈ നിമിഷങ്ങളെ ധന്യമാക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ആരെയും കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയത്. മുൻ സമുദായങ്ങളിലും വ്രതാനുഷ്ഠാനമുണ്ടായിരുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. നാം അനുഷ്ഠിക്കും പോലെയുള്ള രൂപഭാവങ്ങളല്ലായിരുന്നെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് തത്വത്തിൽ സർവ്വസമുദായങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.
കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന വചനം അതാണ് അറിയിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് സഹോദര സഹോദരി പവിത്രമായ ഒരു മാസത്തെ പ്രതീക്ഷാ നിർഭരമായ മനസ്സോടുകൂടെ നാം കാത്തിരിക്കുന്നത്? നമുക്ക് നന്നാവണം, നമുക്ക് ഉയരണം, നമുക്ക് വളരണം, നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധിയാവണം, എല്ലാ മേഖലയിലുമുള്ള ശുദ്ധീകരണങ്ങൾ നടക്കണം, നാഥനെ കണ്ടുമുട്ടണം, സർവശക്തനായ നാഥനെ കാണണം, അവന്റെ മഹത്തായ ആ മഹനീയമായ സാന്നിധ്യത്തിൽ നിറക്കണ്ണുകളോടെ നിറഞ്ഞ മനസ്സുമായി അവനെ കാണാനാവണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് റബ്ബുൽ ആലമീനിനെ കാണേണ്ടുന്ന പ്രാധാന്യത്തെ സംബന്ധിച്ച്, മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചല്ലോ, ഓ നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയുമോ നാളെ പരലോകത്ത് വെച്ച്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആകാശലോകത്തേക്ക് നിങ്ങൾ നോക്കുമ്പോ 14-ാം രാവിൽ ഉദിച്ച് കത്തി നിൽക്കുന്ന, തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ നിങ്ങൾ കാണുന്നില്ലേ? ആ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല മറയും തോന്നുന്നുണ്ടോ? വല്ല അവ്യക്തതയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് സഹാബത്ത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എങ്കിൽ അതിനേക്കാൾ ക്ലിയറായി, അതിനേക്കാൾ വ്യക്തമായി നിങ്ങൾ നിങ്ങളുടെ നാഥനെ നാളെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ കാണാൻ അവസരം ലഭിക്കുന്നത് മഹാന്മാർക്കാണ്, പ്രവർത്തികളിൽ നന്മ ചെയ്ത ആളുകൾക്കാണ്, കർമ്മങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾക്കാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, നല്ല രൂപത്തിൽ പ്രവർത്തനം നടത്തിയ ആളുകൾക്ക് നല്ല രൂപത്തിലുള്ള പുണ്യം അവിടെ നാളെ ശാശ്വതമായ സ്വർഗം കിട്ടാനുണ്ട്. പിന്നീട് അല്ലാഹു വസിയാദത്തുൻ, വർദ്ധനവും കിട്ടാനുണ്ടെന്ന് പറയുന്നു. സ്വർഗത്തിന് പുറമേ പിന്നെ എന്താണ് ആ വർദ്ധനവ് എന്ന് മഹാന്മാരായ സ്വഹാബാ കിറാം അടക്കമുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് അല്ലാഹുവിനെ കാണലാണ്, അല്ലാഹുവിലേക്ക് നോക്കലാണ്. വുജൂഹു യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച വാക്യമാണ്. ചില മുഖങ്ങൾ അതാ അന്ന് തിളങ്ങി പ്രകാശിക്കുകയാണ്. പ്രസന്നമായ ചില മുഖങ്ങളുടെ ഉടമകളുണ്ട്. എന്തേ കാരണം? ഇലാ റബ്ബിഹാ, അവരുടെ റബ്ബിങ്കലേക്ക്, അവയുടെ റബ്ബിങ്കലേക്ക് നാദിറാത് നോക്കിക്കാണുന്നു. അല്ലാഹുവിന്റെ ലിഖാനെ ഒന്ന് കാണാൻ, അവനെ ഒന്ന് നോക്കിക്കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം കിട്ടുന്നത് മഹാന്മാർക്കാണ്. അതേ അവസരത്തിൽ കാഫിറുകളായ ആളുകൾക്ക് അതിന് ഭാഗ്യമില്ല. ലമഹജൂബൂന, അവരെ അല്ലാഹുവിനെ കാണുക എന്ന മഹത്വത്തിൽ നിന്ന് മറയിടപ്പെടുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ നല്ല നിലക്ക് കാണണമോ? ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് റബ്ബുൽ ആലമീൻ നമ്മെ അറിയിക്കുന്നു, തന്റെ നാഥന്റെ അല്ലാഹുവിനെ ലിഖാഇനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ, ശിർക്ക് ചെയ്യാതെ, തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, കർമ്മങ്ങളെ നന്നാക്കിക്കൊണ്ട്, വിശ്വാസത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കട്ടെ. ആ പ്രത്യേകമായ ആഹ്വാനം നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു കുളിര് പകരുന്നതാണ്. ആ നിലക്ക് വിശ്വാസം സുദൃഢമാവുകയും വിശ്വാസത്തിൽ മായം കലർത്താതിരിക്കുകയും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിശ്വാസത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ശിർക്കിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് സർവശക്തനായ നാഥനിലേക്ക് മാത്രം ഹൃദയത്തെ തഅല്ലുഖാക്കിക്കൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളോടാണ് അല്ലാഹു നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം വിശ്വാസം ശരിയാവാത്തവന്റെ നോമ്പോ നിസ്കാരമോ സ്വീകാര്യമല്ലല്ലോ. എത്ര വലിയ മഹാനാണ് ചെയ്യുന്നതെങ്കിലും വിശ്വാസത്തിൽ തകരാറ് വന്നു കഴിഞ്ഞാൽ അതിന് അല്ലാഹുവിന്റെ അടുക്കൽ അതിന് പ്രയോജനമില്ല. അതുകൊണ്ട് ഈമാൻ ശരിയായവരോടാണ്, ഈമാൻ ശരിപ്പെടുത്തണമെന്ന ആഹ്വാനമാണല്ലോ അതിലുള്ളത്. ഓ വിശ്വാസികളെ,
ഓ ജനങ്ങളെ എന്നല്ലല്ലോ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വചനം പഠിപ്പിച്ചപ്പോ വിളിച്ചത്. യാ അയ്യുഹന്നാസി എന്നല്ല, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസം സ്വീകരിച്ചവരെ, ഈമാനുള്ളവരെ, മുഅ്മിനുകളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ വ്രതത്തെ നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. മുമ്പുള്ളവർക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളെ പീഡിപ്പിക്കാനല്ല, നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, നിങ്ങളെ കഷ്ടപ്പെടുത്താനല്ല. അല്ലാഹു ഈ വചനങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, ഞെരുക്കത്തെയും കഷ്ടപ്പാടിനെയും അവൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല. ആ നിലക്ക് പിന്നെ എന്തിനാണ് നാഥൻ ഇങ്ങനെ പട്ടിണി കിടക്കാൻ പറഞ്ഞത്? എന്തിനാണ് നാഥൻ പിന്നെ ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രത്യേകമായ ചിട്ടകളും മര്യാദകളും പാലിച്ചുകൊണ്ട് വ്രതമെടുക്കാൻ പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്, നിങ്ങൾ മുത്തഖീങ്ങളായി മാറാൻ വേണ്ടിയാണ്. ഇതാണല്ലോ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീനിനെ കുറിച്ചുള്ള സൂക്ഷ്മത വളരാൻ, മനുഷ്യ മനസ്സുകളൊന്ന് ശുദ്ധിയാവാൻ, അവന്റെ പ്രവർത്തനങ്ങളൊന്ന് നന്നാവാൻ, അവന്റെ സ്വഭാവങ്ങളൊന്ന് നന്നാവാൻ, അവന്റെ പെരുമാറ്റങ്ങളും ഇടപാടുകളും ക്രയവിക്രയങ്ങളും ജീവിതത്തിൽ എന്തെല്ലാം ബാധ്യതകളുണ്ടോ, സൃഷ്ടികളോടും സൃഷ്ടാവിനോടുമായിട്ട് ഏതെല്ലാം കടമകളും കടപ്പാടുകളുമുണ്ടോ, അവയെല്ലാം ഒന്നൊഴിയാതെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുന്ന ഒരു പരുവത്തിലേക്ക്, ഒരു ദറജയിലേക്ക്, ഒരു സ്ഥാനത്തേക്ക് സർവ സ്ത്രീ പുരുഷന്മാരെയും കൈപിടിച്ചുയർത്താൻ അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകം ചില മണിക്കൂറുകൾ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു, ചില മര്യാദകളിലൂടെ. അത് നമുക്ക് കഷ്ടതയുണ്ടാക്കാനല്ല. കാരണം റമദാനിന്റെ മാസം മാത്രമല്ല, ഏത് കാലത്ത് നോമ്പെടുക്കുന്ന മനുഷ്യനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറായ ഗുണമായിട്ട് പറഞ്ഞിട്ടുള്ളത്, സമയമായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു നിലക്കും മറ്റൊന്നും ചിന്തിക്കാതെ കണ്ട് ഉടനെ അങ്ങ് നോമ്പ് മുറിച്ചു കൊള്ളണം. നോമ്പിന്റെ സമയം മുറിക്കാനുള്ള സമയമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്റെ മഹല്ലത്തിൽ നിന്ന് ബാങ്ക് വിളിക്കട്ടെ, എന്റെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കട്ടെ എന്ന ഒരു സൂക്ഷ്മതയോ, അതല്ലെങ്കിൽ കുറച്ചുകൂടി ഇത്രയും നേരം ക്ഷമിച്ചില്ലേ, എന്റെ നാഥന് വേണ്ടി പട്ടിണി കിടന്നതല്ലേ, ഏതാനും മിനിറ്റുകൾ കൂടി എന്ന് കാത്തിരിക്കുന്നത് സൂക്ഷ്മതക്ക് നല്ലതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കാത്തിരുന്നോളൂ നിങ്ങളുടെ തഖ്വ വളരാനെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടുന്ന് പഠിപ്പിച്ചത്, ഖൈറായ സ്വഭാവമുള്ള മനുഷ്യന്മാര് സമയമായി കഴിഞ്ഞാൽ ഉടനടി നോമ്പ് തുറക്കുന്നവരാകുന്നു. അതുപോലെ തന്നെ നോമ്പിനുള്ള ഒരുക്കങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ചര്യയാണ് അത്താഴ ഭക്ഷണം. ആ അത്താഴം കഴിക്കുന്നതിന്റെ സുന്നത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ അറിയാം, നമ്മെക്കൊണ്ട് പീഡനം അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്ന്, പ്രയാസപ്പെടുത്തലുദ്ദേശിച്ചിട്ടില്ല എന്ന് ഒരു കാലഘട്ടത്തിൽ നാട്ടിൻപുറങ്ങളിലെ പ്രായമുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓ റമദാൻ മാസമായി കഴിഞ്ഞാൽ അത്താഴം വളരെ നേരത്തെ കഴിക്കേണ്ടതുണ്ട്. പാതിരാവിന് മുമ്പേ അത്താഴം കഴിച്ച് സുബഹിയാകുമ്പോഴേക്ക് വിശന്ന വയറുമായിക്കൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതാണ് അല്ലാഹുവിന്റെ അടുക്കൽ കൂടുതൽ കൂലി കിട്ടാൻ നല്ലത് മക്കളെ എന്ന് ചിന്തിച്ചിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. ഇവരെ കേട്ടുകൊണ്ടവരങ്ങനെ മനസ്സിലാക്കിയതാണ്. പക്ഷേ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താണ്? അത്താഴം കഴിക്കണം എന്ന് പറഞ്ഞതിന്റെ പുറമെ അത് പിന്തിക്കുന്നതിന്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. അത് മുന്തിക്കുന്നതിലല്ല പുണ്യമുള്ളത്, പിന്തിക്കുന്നതിലാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, നേരം വൈകി കിടക്കുകയാണ്, ഇനിയിപ്പോ അത്താഴം ആവശ്യമില്ല, അത്താഴമില്ലാതെ തന്നെ കിടക്കുന്നതാണ്, ഉറങ്ങുന്നതാണ്, അതുപോലെ തന്നെയുള്ള ആ ഒരു സ്വഭാവമാണ് നല്ലതെന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഒരു ബറക്കത്ത് നഷ്ടപ്പെടുകയാണ്. ആ സമയത്തിനൊരു ബറക്കത്തുണ്ട്. ആ സമയത്ത് കഴിക്കുന്ന അത്താഴ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹം അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തസഹറൂ, നിങ്ങൾ അത്താഴ ഭക്ഷണം കഴിക്കണേ, ഫഇന്ന ഫിസ്സഹൂരി ബറക, അത്താഴ ഭക്ഷണത്തിൽ അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ആ സമയത്തിന്റെ ബറക്കത്തുണ്ട്, നമുക്ക് പിന്നീട് പറയാനുണ്ട്. എന്തായാലും സഹോദരന്മാരെ, വൈകി കഴിക്കാനും എത്രയും പിന്തിക്കുന്നതും സുന്നത്താണെന്ന് പഠിപ്പിച്ചപ്പോ നേരത്തെ നമ്മെ പട്ടിണിക്കിടല്ലതിൽ ലക്ഷ്യമില്ലെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നു, തുടർച്ചയായി രാപ്പകലുകൾ തുടർച്ചയായി നോമ്പെടുക്കുന്ന ഒരു സമ്പ്രദായം അത് തഖ്വക്ക് എതിരാണ്,
അത് തഖ്വയുള്ളവരുടെ ലക്ഷണമല്ല. ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു എന്ന് മുത്തഖീങ്ങളുടെ നേതാവായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടുന്ന് വിരോധിക്കുകയാണ് സൗമുൽ വിസാലി, ചേർത്തുകൊണ്ട് നോമ്പെടുക്കുന്ന രീതിയെ. അഥവാ പ്രഭാതം മുതൽ തുടങ്ങിയിട്ട് രാത്രിയായാലും മുറിക്കാതെ പിന്നെയും തുടർച്ചയായിക്കൊണ്ട് പിറ്റേന്ന് നോമ്പെടുത്ത് അങ്ങനെ 24 48 മണിക്കൂറുമൊക്കെ തുടർച്ചയായ നിരാഹാരം കിടന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകമായ വ്രതം അനുഷ്ഠിക്കുന്ന സമ്പ്രദായം അവിടുന്ന് അത് വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, കഷ്ടപ്പെടുത്തലുകളും ബുദ്ധിമുട്ടിക്കലുകളും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അറിയപ്പെട്ട ചില മാസങ്ങൾ, അറിയപ്പെട്ട ചില ദിവസങ്ങൾ, അതേപോലെ തന്നെ അറിയപ്പെട്ട നമുക്കൊക്കെ മനസ്സിലാകുന്ന നിലക്കുള്ള ചില മണിക്കൂറുകൾ, ആ മണിക്കൂറുകൾ നാം അന്നപാനീയങ്ങളും നമ്മുടെ ലൈംഗികമായ വികാര വിചാരങ്ങളെയും അടർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. എന്തിനു വേണ്ടി? നാം നന്നാകാൻ വേണ്ടി, നമുക്ക് തഖ്വയുണ്ടാകുവാൻ വേണ്ടി. ആ തഖ്വയുണ്ടാകുന്ന രൂപം എങ്ങനെയാണ്? കേവലം ഒരു പട്ടിണി കൊണ്ട് മനുഷ്യന് തഖ്വയുണ്ടാകുമോ? പട്ടിണി കിടന്നു എന്ന് വിചാരിച്ചതുകൊണ്ട് ഒരാൾ നന്നാകുമോ? അങ്ങനെ നന്നാവുകയാണെങ്കിൽ കലക്ട്രേറ്റുകൾക്ക് മുമ്പിലും വില്ലേജ് ഓഫീസുകൾക്ക് പോലും മുമ്പിലും ദിവസങ്ങളോളം നിരാഹാരം കിടക്കുന്ന ചില നേതാക്കളെ നമ്മൾ കാണാറുണ്ട്. അവരുടെ നേതാവ് നൽകുന്ന നാരങ്ങനീരും കുടിച്ച് പുറത്തു വന്ന് ഉപവാസം അവസാനിപ്പിച്ച് തിരിച്ചു വന്നാൽ അഴിമതിക്കാരനായി തന്നെ തുടരാറാണ് പതിവ്. മദ്യപാനിയായി തന്നെ തുടരാറാണ് പതിവ്. മോശപ്പെട്ട സ്വഭാവമുള്ളവർ അതേ നിലപാടിൽ തന്നെ തുടരാറാണ് പതിവ്. പട്ടിണിയും നിരാഹാരവും കൊണ്ടൊന്നും മനുഷ്യൻ നന്നാവില്ല. അതേ അവസരത്തിൽ എന്റെ നാഥൻ കൽപ്പിച്ച നിയമമാണ്, തഅബ്ബുദിയായ നിലക്ക് ഞാനൊരു ഇബാദത്താണ് നിർവഹിക്കുന്നത്. എനിക്ക് മറ്റവസരങ്ങളിൽ പോലും അനുഭവിക്കൽ അനുവദനീയമായ ഹലാലായ ഭക്ഷണപാനീയങ്ങളും എനിക്ക് ഹലാലായ ഇണയും കൂടെയുണ്ടായിട്ടും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ, ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കാതെ ഞാൻ വിട്ടുനിൽക്കുന്നു. അതിലൂടെ ഞാൻ എന്നെ പഠിപ്പിക്കുന്നു ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഞാൻ എന്തുമാത്രം സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിന്റെ മോഹമുണ്ടായിരുന്നിട്ടും, വെള്ളം കുടിക്കാൻ ദാഹമുണ്ടായിരുന്നിട്ടും, അതുപോലെ തന്നെ പല മോഹങ്ങൾക്കും പല വികാരങ്ങൾക്കും മൂർച്ച കൂടിയിട്ടും ക്ഷമിക്കുന്നു, സഹിക്കുന്നു. എന്തിനു വേണ്ടി? എനിക്ക് നോമ്പാണ്, നോമ്പുകാരനാണ്. ഇതേ ഒരവസ്ഥ ഓരോ മനുഷ്യനും വ്രതത്തിലൂടെ അവൻ റമദാൻ 1 മുതൽ അവനെ പഠിപ്പിക്കേണ്ടതാണ്, പരിശീലിപ്പിക്കേണ്ടതാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യുദ്ധരംഗത്ത് ഒരു യോദ്ധാവ് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഉപകരണമാണ് പരിച. ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് വേർക്കുന്ന അമ്പുകളെയും വെട്ടുകളെയും കുത്തുകളെയും ഒക്കെ, വാളിനെയും കുന്തത്തെയും ഒക്കെ തന്റെ ഇടത് കൈയിൽ സ്ഥാപിച്ചിട്ടുള്ള ശക്തമായ പരിച എന്ന ഉപകരണത്തിലൂടെ യോദ്ധാക്കൾ പണ്ടുകാലത്ത് പടക്കളത്തിൽ ഒരു ഉപകരണമായി, മാധ്യമമായി കൊണ്ടുപയോഗപ്പെടുത്തിയിരുന്നു. ഇതേപോലെ വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നരകത്തിൽ നിന്നുള്ള പരിചയാണ് വ്രതാനുഷ്ഠാനം. നരകത്തിലെത്തിപ്പെടാതെ സ്വർഗത്തിലേക്ക് എത്താനുള്ള നമുക്കുള്ള ഒരു പ്രത്യേകമായ മാർഗമാണ് വ്രതം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നാം വ്രതത്തിന്റെ ചിട്ടകളും മര്യാദകളും ഒക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. വ്രതത്തിന്റെ ചിട്ടകളും മര്യാദകളും എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, നോമ്പ് എന്ന് പറയുന്നത് കേവലം ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കലല്ല, മറിച്ച് ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ നോമ്പ് എന്ന് പറയുന്നത് അന്നപാനങ്ങളെ കുറച്ചു നേരത്തേക്ക് ഒഴിവാക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. സ്വമൂ അനിൽ അഖിലിമാ സ്വമൂ അനിൽ ഹുറമീ كأنما الصوب إمساكم عن اللقم എന്നൊരു കവി വർണ്ണിച്ചിട്ടുണ്ട്. സ്വമോ, പല ജനങ്ങളെയും പരിശോധിച്ചു നോക്കിയാൽ കാണാവുന്ന ഒരു ദുരവസ്ഥയുണ്ട്, ഒരു ദുര്യോഗമുണ്ട് ഈ സമുദായത്തിലെ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ പരിശോധിച്ചു നോക്കിയാൽ. സ്വമോ, അവരെ വ്രതമനുഷ്ഠിച്ചിരിക്കുന്നു, അവർ വിട്ടുനിൽക്കുന്നു റമളാൻ മാസത്തിൽ. അനിൽ അഖിലി, ഭക്ഷണത്തിൽ നിന്ന് കേവലം മണിക്കൂറുകൾ അവർ വിട്ടുനിന്നു എന്നതല്ലാതെ ഹറാമായ പ്രവൃത്തികളിൽ നിന്ന് അവർ വിട്ടുനിന്നിട്ടില്ല. ഏതുപോലെയുണ്ടവരുടെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ ഏതാനും ചില സമയത്തേക്ക് ഉരുളയും ഭക്ഷണവുമൊക്കെ മാറ്റിവെക്കലാണ് നോമ്പെന്നവർ പഠിച്ചു വെച്ചതുപോലെയുണ്ടല്ലോ. അസ്സൗമു ബിർറൂഹി വൽ അജ്സാദു മദ്ഹറുഹു ഹഖീഖത്തു സ്സൗമി തുഹുറുൻ നഫ്സി മിൻ നസമി. ഓ മനുഷ്യ, പഠിച്ചു വെച്ചോ,
നോമ്പെന്ന് പറയുന്നത് നിന്റെ ആത്മാവിനെ പോഷിപ്പിക്കാനുള്ളതാണ്. ശരീരം അതിനൊരു ബാധകമായി ഒരു മാർഗമാകുന്നുവെന്നേയുള്ളൂ. നിനക്ക് പോഷണം കിട്ടേണ്ടത്, നിനക്ക് തഖ്വ കിട്ടേണ്ടത് നിന്റെ മനസ്സിനാണ്. ആത്മീയമായ നേട്ടമാണ്, പുരോഗതിയാണ്. പുണ്യങ്ങളുടെ ഈ പൂക്കാലത്തിൽ നീ നേടിയെടുക്കേണ്ടത് അതാണ്. ഹഖീഖത്തു സ്വൗമി തുഹറുൻ നഫ്സി മിൻ നഫമി. മനസ്സിനെ ശുദ്ധീകരിക്കലാണ് നോമ്പിന്റെ കാതൽ എന്ന് പറയുന്നത്. അതാണ് സർവപാപങ്ങളിൽ നിന്നും ശുദ്ധിയാവലാണ്. അൽഹംസു വല്ലമസു വൽ ഗീബാതു തഖ്ദുശുഹു വസബ്ബു വശതും വൽ ഇഫ്ഹാശു ഫിൽ കലിമി. ആളുകളെ കുത്തിപ്പറയലും അതുപോലെ തന്നെ മോശമാക്കലും ഗീബത്ത് പറയലും അതേപോലെയുള്ള സർവ്വദുഷിച്ച സമ്പ്രദായങ്ങളും നിന്റെ നോമ്പിന്റെ മുഖത്തെ അത് വികൃതമാക്കി തീർക്കുന്നു. അതുകൊണ്ട് മനുഷ്യനോട് പഠിക്കാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനത്തിൽ വന്നതുപോലെ മല്ലം യദ ഖൗല സൂരില്ലാ സിയാമ ലഹു വഇന്ന അഅല്ല ദിശ്ശുർബി വത്തുഅമി. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിൽ നിന്ന് പാനീയങ്ങളിൽ നിന്ന് ഒരാൾ എത്ര ദൂരം അകന്നുപോയാലും അത് നോമ്പായി പരിഗണിക്കപ്പെടുന്നതല്ല. എങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. പുന്നാര നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു, ചീത്തയായ വാക്കുകൾ, തദനുസൃതമായ പ്രവർത്തനങ്ങൾ, അവിവേകപൂർണമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും ഒരാൾ ഒഴിവാക്കാൻ തയ്യാറില്ല. അതേ അവസരത്തിൽ അവൻ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണവും കഴിക്കുന്നില്ല. അങ്ങനെ ഒരു ഭക്ഷണത്തിൽ നിന്നും പാനീയത്തിൽ നിന്നും മാത്രമായിട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഒരു ആചാരം, ഒരു വിട്ടുനിൽക്കൽ, ഒരു ചടങ്ങ് മാത്രമായി പോകുന്നുവെങ്കിൽ ഫലൈസലില്ല, അല്ലാഹുവിന് ഹജ ഒരാവശ്യവും ഇല്ല കേട്ടോ. അവൻ കുറച്ചു നേരത്തേക്ക് അവന്റെ ഭക്ഷണവും വെള്ളവും ഒക്കെ മാറ്റിവെച്ചു എന്നുള്ളത് കൊണ്ട് റബ്ബിന്റെ അടുക്കൽ ഒന്നും നേടാൻ സാധ്യമല്ല. ഈ ഒരു നോമ്പുകാരായി നമ്മളത് പതിക്കുമോ എന്നതാണ് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടത്. വ്രതം കൊണ്ട് നമുക്ക് മാറ്റമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ ശരീരത്തിന് മാറ്റമുണ്ടാകുന്നത് പോലെ മനസ്സിനും മാറ്റമുണ്ടാകണം. എല്ലാ നിലക്കും നിയന്ത്രണം വേണം. എല്ലാത്തിനും വ്രതമുണ്ട് എന്നാ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വായയിൽ നിന്ന് അകത്തേക്കിറങ്ങുന്ന അല്ലെങ്കിൽ നൽകപ്പെടുന്ന ആ രൂപത്തിൽ നിറക്കപ്പെടുന്ന ആമാശയത്തിന് മാത്രമല്ല നോമ്പുള്ളത്. കണ്ണുകൾക്ക് നോമ്പാണ്, കാതുകൾക്ക് നോമ്പാണ്, കൈകാലുകൾക്ക് നോമ്പാണ്, നാവിന് നോമ്പാണ്, സർവ്വ അവയവങ്ങൾക്കും നോമ്പാണ്. അങ്ങനെ നോമ്പ് നോൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ദാഹമുള്ള അവസരത്തിൽ ഫ്രിഡ്ജിലതാ നല്ല തണുത്ത വെള്ളം ഇരിപ്പുണ്ട്. ആരും തന്നെ നോക്കിക്കാണുന്നില്ല. വാപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല, അയൽക്കാർ കാണുന്നില്ല, ആരും അറിയുന്നില്ല. ആരുമില്ലാത്ത സന്ദർഭത്തിൽ നല്ല ദാഹമുള്ള നേരത്ത് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് കുടിക്കാൻ മോഹം തോന്നുമ്പോ നാം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്നു, അരുത്, കുടിച്ചു പോകരുത്, പാടില്ല. കാരണം ഇന്നിമ്രുൻ സൈമോൻ, ഞാനൊരു നോമ്പുകാരനായ മനുഷ്യനാണ്. ഞാനത് ചെയ്തു പോയാൽ എന്റെ നോമ്പിന്റെ ഫലം നഷ്ടപ്പെട്ടു പോകും, അത് ബാത്തിലായി പോകും. എന്റെ നാഥന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും, ജഹന്നമിൽ ഞാൻ കത്തിയെറിയേണ്ടി വരും എന്ന് മനസ്സിലാക്കി അല്ലാഹനെ ഓർക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവസൽക്കർമ്മങ്ങളും അല്ലാഹുവിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അതാ വ്രതാനുഷ്ഠാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു, അല്ലാഹു പറഞ്ഞതായി അറിയിച്ചു തരുന്നു, നോമ്പ് എനിക്കുള്ളതാണ് ജനങ്ങളെ, ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നത്. നിസ്കാരം അല്ലാഹുവിനുള്ളതല്ലേ, സർവ്വ ഇബാദത്തും അല്ലാഹുവിനുള്ളതല്ലേ, അല്ല തന്നെയല്ലേ പ്രതിഫലവും തരുന്നത്. പക്ഷേ വ്രതത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു പ്രത്യേക മഹത്വവും ബറക്കത്തും പ്രത്യേക പ്രാധാന്യവുമാണ് പറഞ്ഞപ്പെട്ടിട്ടുള്ളത്. ചിന്തിച്ചു നോക്കണം. ആ നിലക്ക് മനുഷ്യൻ ഇങ്ങനെ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ഒരാൾക്കും വേണ്ടിയല്ല, തന്നെ പടച്ച നാഥൻ അറിയുന്നു, അവൻ കേൾക്കുന്നല്ലോ, അവൻ അറിയുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ പട്ടിണി കിടക്കുന്നു. വിശപ്പ് തോന്നുമ്പോ ഭക്ഷണത്തെ മാറ്റിവെക്കുന്നു. ഇതേ ചിന്താഗതി മനുഷ്യ നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന വേറെ ചില കാര്യങ്ങൾക്ക് മോഹം തോന്നുമ്പോഴും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാ എന്തോ താല്പര്യമുള്ള
ഒരു പ്രവൃത്തി നോക്കിക്കാണാൻ, ഒരു രംഗം നോക്കിക്കാണാൻ അതാ കണ്ണുകൾ വെമ്പുകയാണ്, അത് കേൾക്കാൻ വേണ്ടി കാതുകൾ വെമ്പുകയാണ്, അതിൽ പങ്കെടുത്ത് സംസാരിക്കാൻ വേണ്ടി നാവിങ്ങനെ ചൊറിഞ്ഞുകൂടുന്നു. ആ സന്ദർഭത്തിലതാ ടൈം പാസ് എന്ന് പറഞ്ഞുകൊണ്ട്, നേരം പോക്കെന്ന് പറഞ്ഞുകൊണ്ട് പലരും പല രൂപത്തിലുള്ള തോന്നിയാസങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് റമദാനിന്റെ രാപ്പകലുകൾ അവർ തള്ളി നീക്കുന്നത് കാണാം. എന്തിനാ സഹോദരാ പിന്നെ നോമ്പെടുത്തത്? എന്തിനാ പിന്നെ ഈ പട്ടിണിക്ക് പോയത്? എന്തോ അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പരിശീലിപ്പിച്ചുകൊള്ളണം, പഠിപ്പിച്ചുകൊള്ളണം സ്വന്തം മനസ്സിനെ. സ്വന്തം വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആര് കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറാമായ ഒരു രംഗം കാണേണ്ട സാഹചര്യം വരുമ്പോ മനസ്സിനോട് പറയണം, എന്തേ നേരത്തെ ദാഹം വന്നപ്പോ വെള്ളം കുടിക്കാഞ്ഞത്? ഇന്നിമ്രുൻ സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരിയാണ് എന്ന ചിന്തയോടുകൂടി ഇഷ്ടമുള്ള വെള്ളത്തെ മാറ്റിവെച്ചില്ലേ? അതേ അവസരത്തിലതാ അല്ലാഹു അരുതെന്ന് പറഞ്ഞിട്ടുള്ള ഹറാമുകൾ നിന്റെ മുമ്പിൽ സ്ക്രീനിൽ മിന്നിത്തെളിയുമ്പോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ മനസ്സ് വമ്പുമ്പോ, അത്തരത്തിലുള്ള തോന്നിയാസങ്ങളുടെ മജ്‌ലിസുകളിൽ എത്തിപ്പെടുമ്പോ അരുത്, എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ നോക്കിക്കൂടാ, ഈ കാതുകൾ കൊണ്ട് ഞാനത് കേട്ടുകൂടാ, ഈ നാവ് കൊണ്ട് ഞാനത് പറഞ്ഞുകൂടാ, ഞാനതിൽ പങ്കെടുത്തുകൂടാ. കാരണം മിന്നിമ്രുൻ സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. നോമ്പുകാരനാണെന്ന നിയ്യത്തോടുകൂടി നോമ്പുകാരനാണെന്ന മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് കണ്ണുകളെ നിയന്ത്രിക്കാൻ നോമ്പുകാരി നമുക്ക് കഴിയാറുണ്ടോ? കാതുകളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നാവിനെ നിയന്ത്രിക്കാൻ കഴിയാറുണ്ടോ? കൈകാലുകളെ നിയന്ത്രിക്കാൻ കഴിയാറുണ്ടോ? ഈ ചോദ്യമാണ് സ്വന്തത്തോട് ചോദിക്കേണ്ടത്. അങ്ങനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ഇനി റമദാനിന്റെ പകൽ മാത്രമാണോ ഈ സൂക്ഷ്മത വേണ്ടത്? ഇപ്പൊ എനിക്ക് നോമ്പാണെന്ന് മറുപടി പറഞ്ഞാൽ ഞാനങ്ങ് നോമ്പ് തുറക്കട്ടെ, പലിശ സഹിതം ഞാൻ നിനക്ക് മറുപടി തരുന്നുണ്ട്, നിന്റെ ചീത്തക്ക് ഞാൻ തിരിച്ച് നിന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, നീ എന്നെ കയ്യേറ്റം ചെയ്തതിന് ഞാൻ നിനക്ക് 10 മടങ്ങ് ഇരട്ടിയിൽ തിരിച്ചു തരുന്നു, നോമ്പൊന്ന് തുറന്നോട്ടെ എന്നാണോ നമ്മൾ എനിക്കിപ്പോ നോമ്പാണെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം? അല്ലല്ലോ. മറിച്ച് എനിക്കത് പാടില്ല, എന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മാറി നിൽക്കുന്നു. ഇതേപോലെ തന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാലും രാത്രിയിൽ ഇതേപോലെയുള്ള വല്ല പ്രവർത്തനത്തിനും മനസ്സ് വെമ്പുമ്പോ അവൻ എന്താണ് പറയേണ്ടത്? നാം സാധാരണയായി ഒരു മരുന്ന് കഴിച്ചു വരുന്ന ഒരു രോഗിയോട് അയാൾക്ക് പറ്റാത്ത ഒരു ഭക്ഷണം നമ്മൾ എത്ര രുചികരമാണതെങ്കിലും വെച്ചു നീട്ടിയാലും സ്നേഹത്തോടെ ക്ഷണിച്ചാലും ആ മനുഷ്യൻ എന്താ പറയാറുള്ളത്? വേണ്ട സഹോദരാ, വേണ്ട സഹോദരി, എനിക്കിപ്പോഴാ ഭക്ഷണം വേണ്ട, കാരണം ഞാനിപ്പോ ഗുളിക കഴിച്ചതേയുള്ളൂ, ഞാനിപ്പോ മരുന്ന് കഴിച്ചതേയുള്ളൂ. എന്തേ കാരണം? ഞാൻ കഴിച്ച ഗുളികയുടെ ഫലമില്ലാതായി പോകും ഈ ഭക്ഷണം കഴിച്ചാൽ, ഞാൻ കഴിച്ച മരുന്നിന്റെ ഫലമില്ലാതായി പോകും ഞാനിപ്പോ ഈ ഭക്ഷണം കഴിച്ചാൽ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നമ്മൾ നിരസിക്കാറില്ലേ? അതേപോലെ റമദാനിന്റെ പകൽ സമയത്ത് കൃത്യനിഷ്ഠമായ നിലക്ക് ചിട്ടവട്ടങ്ങളോടുകൂടി വളരെ ക്ഷമയോടുകൂടി കഴിഞ്ഞ മനുഷ്യൻ നോമ്പ് തുറന്നാലും അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു പോകരുത്. ക്ഷമ വേണം അവന്. ആ സമയത്ത് അവന് വല്ല അരുതായ്മകൾക്കും വല്ല രൂപത്തിലുള്ള ചിന്തകളും അവന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അവൻ എന്താ പറയേണ്ടത്? ഞാനതാ നോമ്പുകാരനായിരുന്നു, ഞാനിപ്പോ നോമ്പ് തുറന്നല്ലേ ഉള്ളൂ, പകൽ സമയത്ത് ഞാൻ നോമ്പെടുത്തവനാണ്, ഇപ്പൊ ഞാൻ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ എടുത്ത നോമ്പിന്റെ കൂലി എനിക്കില്ലാതായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആജീവനാന്തം റമദാനിൽ മാത്രമല്ല ശവ്വാലിലും മറ്റുള്ള എല്ലാ കാലഘട്ടങ്ങളിലും സ്വന്തം മനസ്സുകളെ അസാമകളിൽ നിന്ന്, കുറ്റകൃത്യങ്ങളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന്, തെമ്മാടിത്തങ്ങളിൽ നിന്ന്, ദുഷിച്ച ചിന്തകളിൽ നിന്ന് നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും പിടിച്ചുവെക്കാനും കടിഞ്ഞാണിടാനും എനിക്കും നിങ്ങൾക്കുമുള്ള പരിശീലനമാണ് സഹോദരാ, സഹോദരി. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുക്കിത്തരുന്ന പവിത്രമായ ഒരു മാസക്കാലത്തെ പരിശീലനം. അതിൽ വിജയിച്ചവനാണ് വിജയി, അതിൽ പരാജയപ്പെട്ടവന്റെ കാര്യം പോക്ക് തന്നെയാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു ഒരുക്കമാണ് വേണ്ടത്. ആ ഒരു രൂപത്തിലുള്ള തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സഹോദരന്മാരെ നമ്മിലുണ്ടായിത്തീരേണ്ടത്. ആ ഒരവസ്ഥക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ എന്ന് പറയുമ്പോ പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നതെന്താണ്? ചില ആളുകൾ ചിന്തിക്കുന്നു റമദാനായി കഴിഞ്ഞാൽ ഇനി കുറെ മര്യാദകളായി, കുറെ പരിധികളായി, കുറെ പരിമിതികളായി, കുറെ വിധിവിലക്കുകളായി, സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുകയാണല്ലോ എന്ന ഒരു പരിഭവം പങ്കുവെക്കുന്ന ആളുകളുണ്ട്.
മനസ്സിൽ കരുതിക്കൊണ്ട് നടക്കുന്ന ആളുകളുമുണ്ട്. ഈമാനിന്റെ കുറവാണ്. വേറെ ചില ആളുകളുടെ പ്രേരണ അത്രമാത്രമുണ്ടെന്ന് തോന്നുന്നു. അവര് മനസ്സിലാക്കുന്നത് നമ്മുടെ സഹോദരിമാരുടെ കാര്യമാ പറയുന്നത്. അവരിനി ചിന്തിക്കുന്നു, റമദാനായി കഴിഞ്ഞാൽ നേരത്തൊന്നും ഉറങ്ങാൻ പോലും കഴിയില്ലല്ലോ, ഭക്ഷണത്തിൽ കുറവുള്ള കാലമാണ്, ഭക്ഷണമുണ്ടാക്കാൻ തയ്യാറാക്കാൻ ഒരുപാട് ഇളവുകളുള്ള സമയമായിരുന്നിട്ട് പോലും മാസമായിരുന്നിട്ട് പോലും നമ്മുടെ പാവപ്പെട്ട സഹോദരിമാര് അടുക്കളകളിൽ തന്നെ വരിഞ്ഞു മുറുക്കപ്പെടുന്നു. അസർ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ചില വീടുകളിൽ ളുഹർ നമസ്കാരം കഴിഞ്ഞാൽ നോമ്പ് തുറ വരെയും അവർ കഷ്ടപ്പെടുന്നു. നോമ്പ് തുറ കഴിഞ്ഞാൽ ഒരു കുഞ്ഞിത്തുറ, പിന്നെ ഒരു വലിയ തുറ, പിന്നെ ഒരു ഇടയത്താഴം, പിന്നെ ഒരു മുത്താഴം, പിന്നെ ഒരു അത്താഴവും, ഇതെല്ലാം കൂടി സംഭരിച്ച് ശേഖരിച്ച് ഇതെല്ലാം കൂടി ഉണ്ടാക്കി കൊടുത്ത് ഭർത്താവിന്റെ മുഖമൊന്ന് തൃപ്തിയോടുകൂടെ കാണാൻ എത്രമാത്രം നടുയർത്താൻ കഴിയാതെ അധ്വാനിക്കേണ്ടി വരുന്നു. ഇബാദത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇബാദത്തെടുക്കേണ്ട മാസമല്ലേ? ഇബാദത്തിന് നമ്മുടെ സ്ത്രീകൾക്കും ആ ഒരു ബാധ്യതയില്ലേ? ആ ഒരു അവസരം നമ്മുടെ സഹോദരന്മാര് കണ്ടറിയേണ്ടതല്ലേ? ഇതിങ്ങനെ തിന്നാനുള്ള മാസമായിട്ടെന്തേ വിചാരിക്കുന്നത്? ബഡ്ജറ്റിൽ വലിയ ഉയർച്ചയാണ് കാണുന്നത്. വാസ്തവത്തിൽ റമദാനായാൽ പീടികകളിൽ കൊടുക്കേണ്ടുന്ന, ഷോപ്പുകളിൽ കൊടുക്കേണ്ടുന്ന ആ പ്രത്യേകമായ ബില്ലിൽ കമ്മി വരേണ്ട മാസമാണ്. പക്ഷേ ഇരട്ടിക്കിരട്ടി വർദ്ധിക്കുന്നു, ചെലവ് കൂടുന്നു. കാരണം അക്കിലിന്റെയും ഷുറുബിന്റെയും ഒക്കെ മാസമായിട്ടാ വിചാരിച്ചത്. അതേ അവസരത്തിൽ റമദാനു മൗസിമു ത്വാഅത്തിൻ വഇബാദത്തിൻ വതറഫുഇൻ അൻ ദില്ലത്തിൽ ഇജ്റാമി. റമദാനു ജൂദുൻ ദൈമുൻ വതവാസുലു وعلاقة التكريم والإكرام. സർവ്വ മുസ്ലിമീങ്ങളും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. റമദാൻ എന്ന് പറയുന്നത് മൗസിമു അക്കിലിന്റെ ഷുർബിൻ എന്നല്ല, തീറ്റയുടെയും കുടിയുടെയും മാസമെന്നല്ല, ധാരാളം കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കേണ്ട മാസമെന്നല്ല, അതുപോലെ നെയ്യ് ഉപയോഗിക്കേണ്ട മാസമെന്നല്ല. മൗസിമു റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ധാരാളം ഇബാദത്തെടുക്കേണ്ട മാസമാണ്. ഭക്ഷണത്തിൽ ഒരൽപ്പം കുശി കുറഞ്ഞാലും, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും നമ്മുടെ സമൂഹത്തിലെ ഉമ്മമാരെ പ്രത്യേകിച്ച് കഷ്ടപ്പെടുത്തരുത്. അവർക്ക് സഹായികളായി മാറണം നമ്മുടെ വീട്ടിലെ പുരുഷന്മാർ. അവരും ഇബാദത്തെടുക്കട്ടെ, അവർക്കും ഖുർആൻ ഓതാൻ അവസരം കിട്ടട്ടെ, അവർക്കും ദിക്റുകൾ ചൊല്ലാൻ അവസരം കിട്ടട്ടെ, അവർക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് 1 പുണ്യം നേടാൻ അവർക്കും തൗഫീഖ് ലഭിക്കട്ടെ. ഒരക്ഷരത്തിന് 10 പുണ്യം ഓഫർ ചെയ്യപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് അവർക്കും അവസരം ലഭിക്കട്ടെ. റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടുന്ന പ്രത്യേകമായ അവസരമായ തറാവീഹ് നമസ്കാരത്തിന് പോലും വരാൻ കഴിയാതെ വന്നാൽ തന്നെയും ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അശ്രദ്ധമായ മനസ്സോടുകൂടി കോട്ടുവായിട്ടുകൊണ്ട് ക്ഷീണം സഹിച്ചുകൊണ്ട് ഉറക്കം തുണികളായി നിസ്കരിക്കേണ്ടി വരുന്നു. ആവേശം ചോർന്നു പോകുന്നു, ഇബാദത്തിൽ കസ്ലാന്മാരായി മാറുന്നു. ഒരു ഭാഗം ഭക്ഷണം കഴിച്ചിട്ടുള്ള ആലസ്യമാണെങ്കിൽ വേറൊരു കൂട്ടർക്ക് ഭക്ഷണം പാകം ചെയ്തിട്ട് ഉറക്കമൊഴിച്ച ആലസ്യവുമാണ്. ഇത് രണ്ടും പൊറുപ്പിച്ചു കൂടാത്തതാണ്. താഅത്ത് ചെയ്തോളൂ, ഇബാദത്തെടുത്തോളൂ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സംഭരിച്ചു വെക്കാനുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ടുണ്ടാക്കാൻ പറ്റിയ മാസമാണെന്ന് ഓർക്കണം. അതാണ് നമ്മൾ ആദ്യമായി പ്രതിജ്ഞ എടുക്കേണ്ടത്. ഞാനൽപ്പം കഷ്ടപ്പെട്ടാലും എന്റെ വീട്ടിലെ എല്ലാ മെമ്പർമാർക്കും ഇബാദത്തെടുക്കാൻ കഴിയണം, എല്ലാവർക്കും ഇബാദത്തെടുക്കാൻ കഴിയണം. ഒരു കൂട്ടര് വേറെ പ്രവർത്തനത്തിന് എന്നതല്ല. ഓരോരുത്തർക്കും അവരുടേതായ പുണ്യങ്ങളുണ്ട്. നോമ്പുകാർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക് തീർച്ചയായും പുണ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല, ഞാനത് നിഷേധിക്കുകയില്ല. പക്ഷേ ആവശ്യത്തിലും അപ്പുറം അവരവരുടെ ജാടകൾ കാണിക്കാൻ വേണ്ടി, അവരവരുടെ പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടി പുതിയാപ്പളയെ സൽക്കരിക്കുന്നു എന്നതിന്റെയൊക്കെ പേരിൽ അനാവശ്യമായ നിലക്ക് ദശക്കണക്കിന് രൂപത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി സമയം കൊല്ലിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുന്നു. ധാരാളക്കണക്കിന് രൂപയുടെ നഷ്ടം വരുന്നു. ഇബാദത്തിന്റെ സമയം ചോർന്നു പോകുന്നു. കച്ചറക്കൊട്ടയിലേക്ക് ഭക്ഷണം അതാ ദൂർത്തായി വലിച്ചെറിയപ്പെടുന്നു. എന്തൊക്കെ പാപങ്ങളാ പുണ്യമേറിയ മാസത്തിൽ നമ്മൾ നമ്മുടെ മേൽ വെച്ച് കെട്ടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആചാരങ്ങളോട് വിട പറയണം, ദൂർത്ത് അവസാനിപ്പിക്കണം. ആവശ്യമുള്ള തോതിൽ
സ്ത്രീകൾ പ്രവർത്തിക്കട്ടെ, അവർക്കതിന് വേറെ പ്രത്യേകമായ കൂലിയുമുണ്ട്, സംശയമില്ല. പക്ഷേ അനാവശ്യമായ ഭാരങ്ങൾ സമുദായം അവരുടെ മേൽ വെച്ച് കിട്ടിയിട്ട് അവരുടെ ഇബാദത്തുകളുടെ സമയത്ത് നഷ്ടപ്പെടുത്തരുതെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇനിയും സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹ് ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള വലിയ പ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ അവരവരൊന്ന് സ്വയം വിചാരണക്കെടുക്കാനുള്ള നേരമാണ്, ഒരു പരിശോധനക്കുള്ള സന്ദർഭമാണ്, അല്ലാഹുവിനോട് എല്ലാം ഒന്ന് ഏറ്റുപറയാനുള്ള അവസരമാണ്. അല്ലാഹുവിന്റെ മുമ്പിലെത്തുന്നതിന്റെ മുമ്പേ അതാ പാപത്തിന്റെ കറകളൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞുകൊണ്ട് റബ്ബിന്റെ കോടതിയിലെത്തുമ്പോഴേക്ക് ശുദ്ധീകരണം നേടാനുള്ള മാസമാണ്, ശുദ്ധിയാവാനുള്ള മാസം. ശുദ്ധീകരണം എല്ലാ മേഖലയിലും നടക്കണം. പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറയുമ്പോ, തൗബയുടെ മാസം എന്നൊക്കെ പറയുമ്പോ എന്താണ് തൗബ എന്ന് പറയുന്നത്? ഏതെങ്കിലും ആളുകൾ അവരുടെ മനസ്സിൽ തട്ടിയിട്ടോ അല്ലാതെയോ ഉരുവിടുന്ന ചില പ്രത്യേകമായ വചനങ്ങൾ കേട്ടിട്ട് അതിലേക്ക് മനസ്സ് കൊടുക്കാതെ എന്തോ ചില അശ്രദ്ധയിൽ ആമീൻ പറയൽ തൗബയാകുമോ? ഓരോ മനുഷ്യനും അവന്റെ മനസ്സിൽ തട്ടിയിട്ട് തന്റെ നാഥനോട് ഏറ്റുപറയേണ്ട സംഗതിയാണ്. അബദ്ധങ്ങൾ മനുഷ്യ സ്വാഭാവികമാണ്. അമ്പിയാക്കളിൽ നിന്നല്ലാത്ത എല്ലാ മനുഷ്യന്മാരിൽ നിന്നും പാപങ്ങൾ സംഭവിക്കുമല്ലോ. ആ രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാര് അവരിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, അതെത്ര വലിയ തെറ്റാണെങ്കിലും, കുമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും, എന്ത് തന്നെ നീ കുമ്പാരക്കണക്കിന് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഉൽ നബിയെ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ. പാപങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് സ്വന്തം ദേഹങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള കക്ഷികളോട് പറയൂ നബിയേ, എന്താണ് അവരോട് പറയേണ്ടത്? നിങ്ങളൊരിക്കലും നിരാശ വേണ്ട, എല്ലാം ഏറ്റുപറഞ്ഞോളൂ. അള്ളാഹു പുറത്തു തരുന്നവനാണ്. നമ്മുടെ അവിവേകം കൊണ്ട്, നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള സർവ്വപാപങ്ങളും അത് ഉടനെ തന്നെ അങ്ങ് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതാ റബ്ബുൽ ആലമീൻ ഫൗലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമാ. അത്തരത്തിലുള്ള ആളുകൾ ആരെക്കുറിച്ചാ ഖുർആൻ പറഞ്ഞത്? ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. പാപങ്ങൾ സംഭവിച്ചു പോയി, അല്ലാഹുവോട് ഉടനെ അങ്ങ് ഏറ്റുപറയുന്നു, മനസ്സിൽ തട്ടിക്കൊണ്ട് തൗബ ചെയ്യുന്നു. ഇത്തരക്കാരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്. അതേ അവസരത്തിൽ വലൈസത്തി തൗബ, തൗബയില്ല കേട്ടോ, ലില്ലദീന ഒരു കൂട്ടർക്ക് യഅമലൂന സയ്യാത്തി, തിന്മകൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ മനസ്സിനൊരു മടക്കമില്ല, അവരുടെ മനസ്സിൽ ഒരു വിനയം തോന്നുന്നില്ല, കുറ്റബോധം തോന്നുന്നില്ലല്ലോ. അങ്ങനെ ഹത്താ ഏതുവരെയും ഇദാ ഹദറ അഹദഹുൽ മൗതു, മരണം അവർക്കങ്ങ് ഹാജരായി തീരുന്ന നേരമെത്തുമ്പോ മരിക്കുകയാണല്ലോ. അതാ മലക്കുൽ മൗത്തിന്റെ പിടിയിൽ നിന്ന് ഇനി രക്ഷപ്പെടാനാവില്ലെന്ന് ബോധം വരുമ്പോ അവര് പ്രഖ്യാപിക്കുന്നു, കാലാവൻ പറയാണ്, ഇന്നീ തുബ്തുൽ ആൻ, ഇതാ ഇപ്പോൾ ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ. വലല്ലദീന യമൂതൂന വഹും കുഫാർ, കാഫിറുകളായിക്കൊണ്ട് മരിച്ചു പോകുന്ന കക്ഷികളും അത്തരത്തിലുള്ള ആളുകളുടെ തൗബ സ്വീകാര്യമല്ല. ഉലൈക കൂട്ടർ അഅ്തദ്നാ ലഹും അദാബൻ അലീമാ, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. തൗബ എന്ന് പറയുമ്പോൾ ഇത് കേവലം നാവുകൊണ്ടൊരു വിടലല്ല. ഞാനും നിങ്ങളും മടങ്ങുന്ന സർവ്വമനുഷ്യന്മാരും അള്ളാന്റെ മുമ്പിൽ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? മനസ്സിനെ അവൻ പഠിപ്പിക്കുന്നു. അബദ്ധങ്ങൾ പറ്റിപ്പോയല്ലോ, തെറ്റുകൾ വന്നുപോയല്ലോ, മോശത്തരങ്ങൾ സംഭവിച്ചു പോയല്ലോ. ആ ചെയ്തുപോയ തെറ്റുകളെ സംബന്ധിച്ചുള്ള മനസ്സിന്റെ അഗാധമായ ഖേദമാണ് ആദ്യമുണ്ടാകേണ്ടത്. ആ ഖേദവും ആ ദുഃഖവുമൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ഇനി ഞാൻ അത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് പോവില്ല എന്ന ദൃഢമായ നിശ്ചയമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ
ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതം വളരെയേറെ കൃത്യമായ സൂക്ഷ്മതയോടുകൂടിയായിരിക്കും എന്ന ബോധവുമാണ് ആ അവസരത്തിൽ മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടത്. ഈ ഒരു ബോധത്തോടുകൂടി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പശ്ചാത്താപ മനസ്സോടുകൂടി ഒരാൾ കടന്നു ചെല്ലുകയാണെങ്കിൽ ആ ഇസ്തിഗ്ഫാർ അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കാതിരിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ അതല്ലേ പറഞ്ഞു തരുന്നത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും സക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഫാഹിശത്തുകൾ പ്രവർത്തിക്കുന്ന കക്ഷികൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവർ, സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ, അള്ളാഹനെ അവരോർത്തപ്പോ അവർക്ക് മനസ്സിലായി, നാഥാ അബദ്ധത്തിൽപ്പെട്ടുപോയി, തെറ്റുകൾ സംഭവിച്ചു പോയില്ല റബ്ബേ, നിന്റെ കോടതിയിൽ വരുമ്പോ ഞാൻ എന്തു പറയും എന്ന് ചിന്തിച്ച് ഓർമ്മ വന്നപ്പോ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരവരുടെ കുറ്റങ്ങളും തെറ്റുകളുമൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു. അള്ളാഹ് പുറത്തു തരണേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. ഇത് പറയുന്നതിന്റെ ഇടക്ക് വളരെ പ്രധാനമായ ഒരു കാര്യം അല്ലാഹു തആല പറയുന്നുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹുവല്ലാതെ ആരുണ്ടോ? അല്ലാഹുവല്ലാതെ ആരുണ്ട് പാപം പൊറുക്കാൻ? അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാതെ ഈ ലോകത്ത് ഒരു മഹാനും ഒരു വ്യക്തിക്കും അവർക്ക് നമ്മുടെ സർവ്വവിധത്തിലുള്ള പാപങ്ങളും പൊറുത്തു തരാനുള്ള കഴിവില്ല. ഗാഫിർ ദംബായിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ്. അവനോടല്ലാതെ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്തുകൂടാ, അവനോടല്ലാതെ പാപമോചനത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൂടാ. ഇത് ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമൻ യഗ്ഫിറു ദുനൂബ, പാപങ്ങൾ പൊറുക്കാൻ ആരുണ്ട്? ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ. ആ ബോധമുള്ളവനിൽ നിന്ന് മാത്രമേ അല്ലാഹ് ഇസ്തിഗ്ഫാർ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ട് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെയും ആ തെറ്റിൽ അവർ ഉറച്ചു നിൽക്കുന്നതല്ല. ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ ജീവിതത്തിന്റെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരാരോ, അതേ അവസരത്തിലതാ സൃഷ്ടികൾ തമ്മിലുള്ള ഇടപാടുകളിലും സംസാരങ്ങളിലും അതേ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളിലുമൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു, അതല്ലെങ്കിൽ സാമ്പത്തികമായി ചില കൊള്ളക്കൊടുക്കുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്പത്ത് അനർഹമായി നമ്മുടെ കയ്യിൽ വന്നു, ഇത്തരത്തിൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോട് പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. അവരുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ് വേണ്ടത്. അതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നാളെ മഹ്ശറിൽ ദീനാറിനും ദിർഹമിനും ഒന്നും വിലയില്ലാത്തൊരു കാലഘട്ടമാണ്. അവിടെ അമലിന് വല്ലാത്ത വിലയുള്ള ലോകത്തെത്തുമ്പോ ചില ആളുകളതാ നിസ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്, സക്കാത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നോമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ഹജ്ജും ഉംറയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ അവൻ ഇന്ന ഒരു വ്യക്തിയെ അടിച്ചിട്ടുണ്ട്, ഇന്ന വ്യക്തിയുടെ ധനം അന്യായമായി കവർന്നിട്ടുണ്ട്, അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല, ജീവിതത്തിൽ പൊരുത്തപ്പെടിച്ചിട്ടില്ല. അവന്റെ വാശി കാരണത്താൽ അവൻ അങ്ങനെ തന്നെ ജീവിച്ച് മരിച്ചു പോന്നവനാണ്. അവിടെ അതാ ഒരു ദീനാറിനും ദിർഹമിനും നയാ പൈസയുടെ വില പോലുമില്ലാത്ത ലോകത്ത് നിന്റെ നിസ്കാരം എടുത്തു കൊടുക്കപ്പെടുന്നു, നോമ്പിന്റെ കൂലി അയാളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു, സദഖയുടെ പ്രതിഫലം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് നീങ്ങുന്നു. അവിടെ എത്തുന്നതിന്റെ മുമ്പേ ഈ ലോകത്ത് വെച്ച് പൊരുത്തപ്പെടിക്കാനാണ്. സൃഷ്ടികൾ തമ്മിൽ പരസ്പരമുള്ള കുറ്റങ്ങളുണ്ടെങ്കിൽ, അപാകതകളുണ്ടെങ്കിൽ, പെരുമാറ്റക്രമങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നീക്കിയിട്ട് വേണം ദുനിയാവിലെ ജീവിതം അവസാനിപ്പിക്കാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ നിലക്കുള്ള ബാധ്യതകളൊക്കെ ഓർത്തുകൊണ്ട് ഒരാൾ തൗബ ചെയ്യുകയാണെങ്കിൽ ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്കുള്ള പ്രതിഫലം അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനമാണ്. വജന്നാത്ത്, സ്വർഗങ്ങളാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ,
അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളാണ് അവർക്കുള്ളത്. ഖാലിദീന ഫിഹാ, അവരതിൽ ശാശ്വതവാസികളാണ്. വനിഅമ അജ്റുൽ ആമിലീൻ, അള്ളാന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന മഹാന്മാർക്കുള്ള കൂലി എത്ര നല്ലതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ പൊരുത്തത്തിന്റെ മാർഗത്തിലായിക്കൊണ്ട് അമൽ ചെയ്യുന്ന, പ്രവൃത്തി ചെയ്യുന്ന ആമിലീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബന്ധപ്പെട്ട ആളുകളോട് മാപ്പ് ചോദിക്കാതെ, താൻ കഷ്ടപ്പെടുത്തിയ ഉമ്മയോട് പൊരുത്തപ്പെടിക്കാതെ, താൻ വെറുപ്പിച്ച ഉപ്പയോട് മാപ്പ് ചോദിക്കാതെ, ജീവിതത്തിൽ വയോവൃദ്ധരായ നേരത്ത് പ്രത്യേകം സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് വലാ തഖുല്ലഹുമാ, നീ അവരോട് രണ്ടാളോടും പറഞ്ഞു പോകരുത് മുഅ്മിനേ, ഓ മനുഷ്യ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, നിന്റെ വീട്ടിൽ അതാ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കഴിയുന്നു. പ്രായമായ ഉമ്മയാണ്, പ്രായമായ ഉപ്പയാണ്, നിന്റെ എത്ര വിദ്യാഭ്യാസമില്ല, ജരാതരകൾ വീണുപോയി, ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിച്ചു പോയി, എല്ലാ രൂപത്തിലും ദുർബലതയുടേതായ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പ്രത്യേക കാലഘട്ടം എനിക്കും വന്നു എന്ന് തോന്നിത്തുടങ്ങുന്ന ആ ഒരു സന്ദർഭത്തിലെത്തുമ്പോ, പ്രിയപ്പെട്ട ഉമ്മ പറയുമ്പോ, പ്രിയപ്പെട്ട ഉപ്പ പറയുമ്പോ ഉഫിൻ ചേ എന്ന വാക്ക് പോലും പറയരുതെന്ന് പഠിപ്പിക്കപ്പെട്ട മുസ്ലിമേ, റമദാൻ കാത്തിരിക്കുന്നുവെങ്കിൽ, ശുദ്ധിയാവാൻ കാത്തു നിൽക്കുന്നുവെങ്കിൽ, ശുദ്ധീകരണത്തിന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ആ നിലക്ക് വല്ലതും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഉമ്മയോട് പൊരുത്തപ്പെടിക്കണേ, ഉപ്പയോട് പൊരുത്തപ്പെടിക്കണേ, അവരുടെ മനസ്സൊന്ന് തണുപ്പിക്കണേ. ആ മനസ്സിൽ തട്ടിക്കൊണ്ട് നമുക്കെതിരെ വല്ല പ്രാർത്ഥനയും വന്നാൽ റബ്ബിന്റെ കോടതിയിൽ കിട്ടാനുള്ള കഠിനകഠോരമായ നരകശിക്ഷക്ക് പുറമേ ദുന്യാവിൽ വെച്ച് പോലും അനുഭവിച്ചിട്ടല്ലാതെ, ആസ്വദിച്ചിട്ടല്ലാതെ ഒരു വമ്പനും ഈ ലോകം വിട്ട ചരിത്രമില്ല കേട്ടോ. അതുകൊണ്ട് പ്രായമായവരും അല്ലാത്തവരുമായ ഉമ്മയോടുള്ള ബഹുമാനം നിലനിർത്തണേ, ഉപ്പമാരോടുള്ള ബഹുമാനം നിലനിർത്തണേ. ശുദ്ധിയാകണമെങ്കിൽ ജീവിതത്തിൽ പൊരുത്തപ്പെടിക്കേണ്ടവരോടൊക്കെ നേരിൽ കണ്ട് പൊരുത്തപ്പെടിക്കാൻ കഴിയണം. അതല്ല, അത്തരത്തിൽ തന്നോട് കണക്ക് തീർക്കാനുള്ളവരൊക്കെ വഫാത്തായി പോയിട്ടുണ്ടെങ്കിൽ, മരിച്ചുപോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി റബ്ബിനോട് നീ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോ. അല്ലാ, നീ അവരുടെ ഖബറിനെ നീ വിശാലമാക്കണേ, അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കണേ എന്ന് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കലാണ് പിന്നെയുള്ള പരിഹാരമെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി കാണുന്നു. ജീവിതത്തിൽ നമുക്ക് ശുദ്ധീകരണമാണല്ലോ ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും വളർന്നു വരുന്ന മക്കളതാ മോശത്തരത്തിലേക്ക് നീങ്ങുകയാണ്. വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ അതാ നമ്മുടെ നാടുകളിലൊക്കെ വൃദ്ധസദനങ്ങൾ വളരാൻ തുടങ്ങിപ്പോയി. ഉപ്പമാരെ നോക്കാൻ മക്കളില്ല, ഉമ്മമാരെ നോക്കാൻ മക്കളില്ല. പറഞ്ഞാൽ കേൾക്കുന്നവരവസ്ഥയല്ല. ആ ഒരവസ്ഥയിലേക്ക് നീങ്ങരുത്. ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ ശുദ്ധീകരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ ബാധ്യത കൂടുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബന്ധപ്പെട്ട ആളുകളോട് നമ്മുടെ സ്നേഹം നന്നാകേണ്ടതുണ്ട്, പെരുമാറ്റം നന്നാകേണ്ടതുണ്ട്. ഉമ്മയെത്ര കാണാൻ കോലമില്ലെങ്കിലും ഉമ്മ തന്നെ. ഉപ്പയെത്ര വിദ്യാഭ്യാസമില്ലാതെ എത്ര ശരീരം ചുക്കി ചുളിഞ്ഞിട്ടുണ്ടെങ്കിലും പൊന്നുപ്പ ഉപ്പ തന്നെ എന്ന് വെച്ച് ആ ഉപ്പയും ഉമ്മയും ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ, ശിർക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു കാര്യത്തിന് പറയുകയാണെങ്കിൽ അവിടെ ഉമ്മ എന്ന സ്ഥാനമില്ല, ഉപ്പ എന്ന സ്ഥാനമില്ല. കാരണം ലാ താഅത ലി മഖ്ലൂഖ് ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനോടും അനുസരണം പാടില്ല. അത് ഇസ്ലാമിന്റെ മൗലികമായ തത്വമാണ്, ഖുർആൻ പറഞ്ഞ കൽപ്പനയാണ്. അതുകൊണ്ട് അതല്ലാത്ത നിലക്കുള്ള മറ്റ് കാര്യങ്ങളിലൊക്കെ അനുസരിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, സ്നേഹം നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തൽ വളരെയേറെ ആവശ്യമാണ്. എന്ത് തന്നെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ഈ നിലക്കുള്ള സൂക്ഷ്മതാബോധം നിലനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പറയണേ, ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ. എത്ര ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പ്രാർത്ഥനകളില്ലേ.
അതേ അവസരത്തിൽ ഇതാ നമ്മുടെ പുന്നാര നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാറിന്റെ ഒരുപാട് വചനങ്ങൾ പഠിപ്പിച്ചു തന്ന നേതാവതാ ഒരു നേതാവിനെ പഠിപ്പിച്ചു തരുന്നു, നേതാവിനെ പരിചയപ്പെടുത്തി തരുന്നു. അതേത് നേതാവാണ്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിനെ തേടുന്ന ദുആകളുടെയൊക്കെ നേതാവാണ്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. നിങ്ങൾ ചിന്തിക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരിമാരെ, നിങ്ങളത് പറഞ്ഞു പഠിക്കണം, നിങ്ങളത് മനഃപ്പാഠമാക്കണം, തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കണം, അതിന്റെ ആശയം പഠിക്കണം. എല്ലാ തെറ്റുകളും അള്ളാന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് അള്ളാനോട് നമ്മൾ പറയുന്നു, ഫഗ്ഫിർലി, പൊറുക്കണേ അല്ലാ. കാരണം നീയല്ലാതെ പാപം പൊറുക്കുന്നവരില്ല, പാപം പൊറുക്കുന്നവർ നീയല്ലാതെ ഇല്ല. അതുകൊണ്ടതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ പോയി പറയുന്നു, നബിയേ